Hi, hello. This is Sharanya. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതാണ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്കത് കേട്ട് നോക്കാം. എന്നിട്ട് എല്ലാ സ്ലൈഡുകളിലും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് അറ്റ്ലീസ്റ്റ് 2 വട്ടെങ്കിലും വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിന് പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. കാരണം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വീഡിയോസ് കേൾക്കുമ്പോഴെങ്കിലും 2 വട്ടം റിപ്പീറ്റഡ് ആയി കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് തറവാകും അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അതിനു മുമ്പൊരു കാര്യം, എല്ലാവരും റിവിഷൻ ഒക്കെ ഇതുവരെ ആയി ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എല്ലാ ടോപ്പിക്സും ഒരുവിധമൊക്കെ ആയി കാണും അല്ലേ. പിന്നെ ഹെൽത്ത്, മലയാളം, അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ടല്ലോ. അതിലൊക്കെ എല്ലാം ഒരുവിധം ആയി കാണും. റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കുറച്ച് ടോപ്പിക്സുകളൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിൻ. ഇത് ആൻസർ ആണ് കേട്ടോ താഴെയുള്ളത്. പിയറി ഡി കുബർട്ടിൻ. എന്താണ്? പിയറി ഡി കുബർട്ടിൻ. ഇതാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ്. ഏതാണ്? ടേബിൾ ടെന്നീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? എന്താണ്? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? PT ഉഷ. ആരാണ്? PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ, ടൊമാറ്റോ കാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? ടൊമാറ്റോ കാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കായിക വിനോദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബോക്സിംഗ്. ഏതാണ്? ബോക്സിംഗ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം. ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം 1975. എത്രയാണ്? 1975. അടുത്തത്, കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ. കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ആരാണ്? ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഏതാണ്? കേരളം. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ. എന്താണ്? ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. ആരാണ്? മിഹിർ സെൻ. ലിറ്റിൽ മാസ്റ്റർ, സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. എന്താണ്? ലിറ്റിൽ മാസ്റ്റർ, സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സുനിൽ ഗവാസ്കർ. ആരാണ്? സുനിൽ ഗവാസ്കർ. അടുത്തത്, ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരം. എന്താണ്? ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരം ആരാണ്? മൈക്കൽ ഫെൽപ്സ്. ആരാണ്? മൈക്കൽ ഫെൽപ്സ്. USA-യിലാണ് ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരം ആരാണ്? മൈക്കൽ ഫെൽപ്സ്. ഓക്കെ, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം. വില്ലോ. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം വില്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ്? ഹിരാനഗർ, ജമ്മുവിലാണ്. ഏതാണ്? ഹിരാനഗർ, ജമ്മു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്പെയിനിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്?
സ്പെയിനിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കാളപ്പോര്. ഏതാണ്? കാളപ്പോര്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? പാട്യാല. ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? പാട്യാല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഫുട്ബോൾ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ആരാണ്? IM വിജയൻ. ആരാണ്? IM വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദുലീപ് ട്രോഫി ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ദുലീപ് ട്രോഫി ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റ്. ഏതാണ്? ക്രിക്കറ്റ്. ബ്രസീലിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം? പെലെ. ബ്രസീലിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? പെലെ. മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം? മേരി കോം. മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ്? മേരി കോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ സ്ഥാപിതമായതെന്നല്ല, കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏത്? ഏതാണ്? GV രാജ സ്പോർട്സ് സ്കൂൾ. ഏതാണ്? GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏതാണ്? GV രാജ സ്പോർട്സ് സ്കൂൾ. ഓക്കെ. അൺബ്രേക്കബിൾ ആരുടെ ആത്മകഥയാണ്? അൺബ്രേക്കബിൾ ആരാണ്? മേരി കോമിന്റെ അല്ലെ? മേരി കോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഹോളണ്ടിനെതിരായ ഹോക്കി ഫൈനലിൽ ധ്യാൻചന്ദ് നേടിയ ഗോളുകൾ എത്ര? എന്താണ്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഹോളണ്ടിനെതിരായ ഹോക്കി ഫൈനലിൽ ധ്യാൻചന്ദ് നേടിയ ഗോളുകൾ എത്ര? 2 ഗോളുകൾ. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ഏതു വർഷം? ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ഏതു വർഷം? 1941 കൊൽക്കത്ത. ഓക്കെ, ഇനി എന്താണ്? പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആര്? പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആര്? ആരാണ്? നാദിയ കൊമനേച്ചി. റൊമാനിയയിലാണ്. എന്താണ്? നാദിയ കൊമനേച്ചി. റൊമാനിയയിലാണ് കേട്ടോ. അടുത്തത് ഏതാണ്? പ്രഥമ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ജേതാക്കൾ? പ്രഥമ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? ബംഗാൾ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഒരു ബേസ്ബോൾ ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും? എന്താണ്? ഒരു ബേസ്ബോൾ ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും? 9 കളിക്കാർ. എത്ര കളിക്കാരാണ്? 9 കളിക്കാർ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KM ബീനാമോൾ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. മിൽഖ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിൽഖ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. ഇതാണ് അത്ലറ്റിക്സ്. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? TC യോഹന്നാൻ. ആരാണ്? TC യോഹന്നാൻ. വൺ ഡേ വണ്ടർ എന്ന കൃതിയുടെ രചയിതാവ്? എന്താണ്? വൺ ഡേ വണ്ടർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുനിൽ ഗവാസ്കർ. ആരാണ്? സുനിൽ ഗവാസ്കർ. ഒരു ഹോക്കി ബോളിന്റെ വെയിറ്റ് എത്രയാണ്? 160 ഗ്രാം. എന്താണ്? ഒരു ഹോക്കി ബോളിന്റെ വെയിറ്റ് എത്രയാണ്? 160 ഗ്രാം. ഓക്കെ. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം വോളിബോൾ. ഇതാണ് വോളിബോൾ. ഡബിൾ ഫോർട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡബിൾ ഫോർട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഇതാണ് ടെന്നീസ്. പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആര്? പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആര്? മിൽഖ സിംഗ്. ആരാണ്? മിൽഖ സിംഗ്. ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ മധ്യത്തിലെ വളയത്തിലെ നിറം? കറുപ്പ്.
ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ മധ്യത്തിലെ വളയത്തിലെ നിറം കറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, നൈറ്റ് വാച്ച്മാൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് നൈറ്റ് വാച്ച്മാൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബൂൾസ് ഐ എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂൾസ് ഐ എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഷൂട്ടിംഗ്. ഏതാണ്? ഷൂട്ടിംഗ്. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ ആത്മകഥ? പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ ആത്മകഥയാണ്? സച്ചിൻ തെണ്ടുൽക്കർ. ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആര്? ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആരാണ്? ഷൈനി വിൽസൺ. ആരാണ്? ഷൈനി വിൽസൺ. ഓക്കെ, അടുത്തത്, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്ര. ആരാണ്? അഭിനവ് ബിന്ദ്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സ് നടന്ന വർഷം. ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സ് നടന്ന വർഷം 2010 സിംഗപ്പൂർ. എപ്പോഴാണ്? 2010 സിംഗപ്പൂർ. പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദം ഹോക്കി. പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദം ഹോക്കി. ഓക്കെ, ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര്? ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര്? വിശ്വനാഥൻ ആനന്ദ്. എന്താണ്? വിശ്വനാഥൻ ആനന്ദ്. വെല്ലിംഗ്ടൺ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെല്ലിംഗ്ടൺ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? തുഴച്ചിൽ. ഏതാണ്? തുഴച്ചിൽ. റോയിങ്. തുഴച്ചിൽ, റോയിങ്. ഓക്കെ, ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ മോഡലിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാം ഉപകാരമായിട്ടുണ്ടാവും. എല്ലാവരും വൃത്തിയായിട്ടും കറക്റ്റ് ആയിട്ടും പഠിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് എക്സാം ഹോളിലേക്ക് ചെല്ലുമ്പോൾ വല്ലതും ഒക്കെ എഴുതാൻ, അതായത് മാർക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ വൃത്തിയായി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും എത്തും. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.